മനു പ്രസാദ്, ഇപ്പോൾ സഭാ വക്താവ് സിറോ മലബാർ സഭാ വക്താവ് പറഞ്ഞതും രണ്ട് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞതും അങ്ങ് കേട്ടല്ലോ. BJPക്ക് സംസ്ഥാന ഘടകം ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കൊപ്പമാണ്, സഭയ്ക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും നിങ്ങളോട് ഇനി സംസാരിക്കാൻ തയ്യാറാകില്ല എന്നാണ് സഭാ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതിലൊരു തീരുമാനമാക്കണം, നീതി നടപ്പാക്കിയ ശേഷം മതി ഇനി സംസാരം എന്നുള്ളതാണ്. അതിലിനി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? കാരണം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നും ഛത്തീസ്ഗഡ് സർക്കാരാണ് ശരിയെന്നും RSS നേതാക്കൾ തന്നെ പറയുന്നു. മുതിർന്ന പ്രചാരകൻ K. ഗോവിന്ദൻകുട്ടി ആ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റിന് താഴെയാണ്. ഛത്തീസ്ഗഡിൽ നിയമം നടപ്പാക്കാൻ സർക്കാർ ഉണ്ടെന്നും BJP എന്തിനാണ് വേവലാതിപ്പെടുന്നത് എന്നുമാണ് RSSന്റെ ഈ നേതാവ് ചോദിച്ചിരിക്കുന്നത്. പിന്നീട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പ്രതികരണങ്ങളും അങ്ങ് കണ്ടല്ലോ. അപ്പോൾ എന്താണ് അതിനോടുള്ള പ്രതികരണം? എനിക്ക് പറയാനുള്ളത്, സ്മൃതി പരുത്തക്കാട് അങ്ങ് ഇടപെടാൻ ശ്രമിച്ചെങ്കിലും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫാദർ അദ്ദേഹത്തിന് കിട്ടിയ സമയത്തിനുള്ളിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് നടപ്പിലാക്കിയ ഒരു നിയമമാണ് ഇന്ന് ഈ നിലയിലേക്ക് ആ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും സ്മൃതി പരുത്തക്കാട് തന്നെ പറഞ്ഞു, പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നിങ്ങളെ ദ്രോഹിക്കുന്നതിന് തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ടെങ്കിലും പ്രിയങ്ക ഗാന്ധി നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ പാർലമെൻറ്റിൽ പറയുകയല്ലേ, അപ്പോൾ അതിനോടുകൂടി നിങ്ങൾ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്. പണ്ടിങ്ങനെ നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടാവും, നിങ്ങളെ കൊന്നിട്ടുണ്ടാവും. ഇപ്പോൾ PPP മുസ്തഫ പറഞ്ഞതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ മണ്ണിൽ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം വരുന്ന സമയത്ത് ഞങ്ങളെല്ലാം പ്രതികരിച്ചു. അതായത് ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ ആക്രമണങ്ങൾക്ക് ഇടപെട്ട് എല്ലാം തകർന്ന് തരിപ്പണമായ ഇന്ത്യയിലെ നിന്ന് ഇന്ത്യയുടെ നെഹ്റുവിൻ്റെ തീരുമാനത്തിൻ്റെയൊക്കെ ഭാഗമായി പാകിസ്ഥാനിൽ അകപ്പെട്ടുപോയ ക്രിസ്ത്യൻ സഹോദരന്മാരെ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇന്ത്യൻ പൗരത്വത്തിൻ്റെ ഭാഗമാക്കണമെന്ന പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ എതിർത്തത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ബോധത്തിൻ്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം ഇവിടെ പരസ്യമായി സമ്മതിച്ച കാര്യം. അതുപോലെ തന്നെ 98 ഞാൻ കോൺഗ്രസിനെ പറഞ്ഞില്ലല്ലോ, അങ്ങ് ഇടപെടുന്നു. അല്ലല്ല ഫാദർ, അങ്ങനെയാണോ പറഞ്ഞിട്ട് പോയത്? ഞങ്ങളാരും കേട്ടില്ല. പറഞ്ഞ കാര്യത്തെയാണ് ഞങ്ങളാരും കേട്ടില്ല. അത് ഫാദർ പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറയാം സ്മൃതി പരുത്തിക്കാർ, അങ്ങല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തിരിച്ചൊന്നുകൂടി റീടെലികാസ്റ്റ് ചെയ്ത് കേൾക്കൂ. VPP മുസ്തഫ പറഞ്ഞ പൗരത്വ ഭേദഗതി നിയമം ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പോപ്പുലർ ഫ്രണ്ടും കൈയിട്ട് നിന്ന് ഈ കോൺഗ്രസ് ഒരുമിച്ച് പ്രതികരിച്ചു. എന്താണ് ആ നിയമം? പാകിസ്ഥാനിൽ ദുരിതം അനുഭവിക്കുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങളായ ക്രിസ്ത്യൻ സമൂഹം ഉൾപ്പെടെയുള്ളവരെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കണം, അവരാക്രമിക്കപ്പെടേണ്ടവരല്ല, ഇന്ത്യയുടെ ചരിത്രപരമായ തെറ്റായ തീരുമാനം കൊണ്ട് പാകിസ്ഥാനിൽ അകപ്പെട്ടുപോയ മതന്യൂനപക്ഷ വിഭാഗങ്ങളാണ് എന്ന് തീരുമാനമെടുത്തതിനെ, ക്രിസ്ത്യൻ സഹോദരന്മാരെ ഉൾപ്പെടെ ഇന്ത്യയിൽ പൗരത്വം കൊടുക്കാൻ വന്നതിനെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഒത്തൊരുമിച്ച് എന്ന് പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പവും കോൺഗ്രസിനോടൊപ്പവും ചേർന്ന് എതിർത്തു എന്ന് VPP മുസ്തഫ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു. ഇനി ഫാദർ പറഞ്ഞ കാര്യം കോൺഗ്രസ് തന്നെ കൊണ്ടുവന്ന ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ്, അങ്ങ് പൂർത്തിയാക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഫാദറിനെ ഇടപെട്ട് തടസ്സപ്പെടുത്തി. ഫാദർ തന്നെ പറഞ്ഞ കാര്യം കോൺഗ്രസ് തന്നെ കൊണ്ടുവന്ന ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ നിയമം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നു, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നീതിപൂർവമായ അന്വേഷണവും നീതിപൂർവമായ തീരുമാനവും ആ വിഭാഗത്തിന് ഉണ്ടാകണമെന്നുള്ളതാണ്. അതിൽ ഞങ്ങൾക്കൊരു സംശയലേശമില്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് അങ്ങനെ നീതി നിഷേധിക്കുന്നത് ഛത്തീസ്ഗഡ് സർക്കാരാണ്. മനു പ്രസാദ്, ഞാൻ തുടക്കം മുതൽ ചോദിക്കുന്നതാണ്, നിങ്ങൾ നീതി ആവശ്യപ്പെടുമ്പോൾ അവിടെ നീതി നിഷേധിക്കുന്നത് ഛത്തീസ്ഗഡ് സർക്കാരാണ്. ഞാൻ സ്മൃതി പരുത്തക്കാട് അങ്ങയോട് വിനയ പുരസ്കാരം ചോദിക്കുന്നത്, അങ്ങ് അക്ഷമരാവരെന്നുള്ള ഇതിൽ ചോദിക്കുകയാണ്. ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഫാദർ പറഞ്ഞു തുടങ്ങി, ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഫാദറിനെ ഉൾപ്പെടെയുള്ളവരെ അധിക്ഷേപിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇന്ന് ചായ കൊടുത്തിട്ടില്ലേ, അത് ചായ കൊടുത്തതൊക്കെ അവർക്കുള്ള പിന്തുണയാണ് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. സ്മൃതി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അതൊന്നും പറഞ്ഞിട്ട് ദയവ് ചെയ്ത് ഫാദർ ഞങ്ങൾ കൊണ്ടുവരുന്ന ഈ പ്രൊപ്പഗാൻഡയെ മാറ്റരുത് എന്ന് നിങ്ങൾ ഇടപെടാൻ ശ്രമിച്ചു ഈ ചർച്ചയിൽ തന്നെ. അതിന് ഞങ്ങൾക്ക് വിഷമമില്ല, നിങ്ങൾക്ക് സമൂഹത്തിനറിയാലോ. അപ്പോൾ ഫാദർ പറഞ്ഞ കാര്യം, വേറൊരു കാര്യം പറഞ്ഞു, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പല പ്രസ്താവനകളും പറഞ്ഞ ആളെ ചിലപ്പോൾ MP ആക്കിയേക്കും നിങ്ങളെന്ന്. ഫാദറിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച മുഖ്യമന്ത്രി ഈ നാട്ടിലുണ്ട് എന്ന് മറന്നു പോകരുത് മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള അങ്ങ്. ഇനി എൻ്റെ ഒരു സംശയം, ഛത്തീസ്ഗഡിലെ സർക്കാരിൻ്റെ തീരുമാനങ്ങളുണ്ടാവും. അവിടെ സ്വാഭാവികമായിട്ടും ആദ്യം എത്തിയത് BJPയുടെ പ്രതിനിധി അനൂപ് ആൻ്റണിയാണ്. അദ്ദേഹം അവിടെ പോയി ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു, വിട്ടിട്ട് വന്നിട്ടില്ല.
പക്ഷേ എൻ്റെ ചോദ്യം കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതൃത്വമുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു പ്രതിപക്ഷം ആ നാട്ടിലുണ്ട്. എന്താണ് ആ പ്രതിപക്ഷ നേതാവിൻ്റെ പരസ്യമായ പ്രതികരണവും അവിടെ എന്താണ് സമരവും മറ്റു കാര്യങ്ങളും നടത്താതിരിക്കുന്നത്? ആ പ്രദേശത്തിൻ്റെതായ സ്വഭാവമുണ്ടാവും. ആ നാട്ടിൽ ജനങ്ങളുണ്ട്, അവരുടെ വൈകാരികമായ പ്രശ്നങ്ങളാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളുടെ, കേരളത്തിലെ സമൂഹത്തിലെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആൾക്കാർ ഫലപ്രദമായ അതിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾക്കുള്ള പിന്തുണ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഒരു പ്രശ്നമുണ്ടാക്കുമ്പോൾ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. അതുകൂടെ പറയണം മനുപ്രസാദ്. നിർത്തരുത് മനുപ്രസാദ്, നിർത്തരുത് മനുപ്രസാദ്, നിർത്തരുത്. RSSന്റെയും BHPയുടെയും തീരുമാനം ഞാൻ പറയാം. സ്മൃതി നിർത്തില്ല. ഞാൻ ചോദിക്കാന്നേ, ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ട് പറയാം. BJPയെ സംബന്ധിച്ചിടത്തോളം എത്ര ദിവസമാണോ അവർ അതിനുള്ളിൽ അഴിക്കുള്ളിൽ കിടക്കുന്നത്, അത് BJPക്കാണ് സ്വാഭാവികമായിട്ട് നഷ്ടമുണ്ടാക്കുക. അവർ പുറത്തിറങ്ങുന്നതിന് ഏറ്റവും കാത്തിരിക്കുന്ന ഒരു പാർട്ടി BJP ആയിരിക്കും. പക്ഷേ അവർ അകത്തു കിടക്കുന്നതിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയം, ഇവിടെ പറഞ്ഞില്ലേ, കന്യാസ്ത്രീമാരുടെ വിഷയം ചർച്ച ചെയ്യാനിരിക്കുമ്പോൾ തന്നെ ഫാദർ ഇടപെടുമ്പോൾ പറഞ്ഞു, പറയുമ്പോൾ സ്മൃതി ഇടപെട്ട് പറഞ്ഞു, ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് പോകല്ലേ ഫാദർ, അതൊക്കെ പഴയ കാലമല്ലേ. സ്മൃതിക്ക് അതെ സഹകരിച്ചു നിങ്ങളോട് സഹകരിക്കാമെന്ന് അല്ല, ഞാനതാ പറയുന്നത്. BJPയുടെ ആവശ്യമെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അവർ പുറത്തിറങ്ങുക. അതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും നല്ലത്. അവർ അകത്ത് കിടക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ആഗ്രഹം. ഞാൻ പറയുന്നു, അവർ നീതിപൂർവമായി നിയമപരമായി അവർക്ക് കിട്ടേണ്ട പരിരക്ഷ കൊടുത്ത് അവർക്ക് നീതി ലഭിക്കും എന്നുള്ളതിൽ ഒരു RSSന്റെ ഒരു നിലപാട് RSSന്റെ ഒരു നിലപാട് ഞാൻ കണ്ടിട്ടില്ല. RSS എന്താണ് പറയാതെ എനിക്ക് പറയാൻ RSSന്റെ ഔദ്യോഗികമായ നിലപാട് പറയുന്നത് എങ്ങനെയാണെന്ന് സ്മൃതി പരുത്തിക്കാട് പരിശോധിച്ചോളൂ. അതിനനുസരിച്ച് ഞാൻ മറുപടി പറഞ്ഞോളാം. സ്മൃതി പരുത്തിക്കാട് പറയുന്നതനുസരിച്ചോ RSSന്റെ ഏതെങ്കിലും ഒരു നേതൃത്വം പറയാൻ പറ്റില്ല. ശശികലയും RSS പ്രാന്ത് കാര്യ സദസ്യൻ K ഗോവിന്ദൻകുട്ടി, നിങ്ങൾ അദ്ദേഹത്തെ നിഷേധിക്കുകയാണോ? ഞാൻ ചോദിക്കട്ടെ സ്മൃതി പരുത്തിക്കാട്, ഞാൻ പറയുന്നത് BJPയുടെ നിലപാടാണ്. RSSന്റെ നിലപാട് എന്താണെന്ന് RSSന്റെ ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ ഒരു സംവിധാനമുണ്ട്, ആ രീതിയിൽ പറയും. RSS ഒരു നിലപാട് പറഞ്ഞതായിട്ട് ഒരു എതിർപ്പാണ്. അത് എവിടെയാണ് ആ എതിർപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന്റെ പോസ്റ്റിന് താഴെയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പരിഹരിച്ചോളാം. നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റില്ല. അത് ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സഹോദരങ്ങളെയെല്ലാം ഞങ്ങൾ ആശങ്കയുള്ളവരെയും ക്രിസ്ത്യൻ സഹോദരങ്ങളെയും ഇവിടുത്തെ വിഭാഗങ്ങളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ആശങ്കയുള്ളവരെയൊക്കെ അത് ഞങ്ങളുടെ വിഷയം. നിങ്ങൾ ചേർത്ത് പിടിക്കണ്ട എന്ന് അതെ നിങ്ങൾ നീതി കഴിഞ്ഞിട്ട് മതി ചങ്ങാത്തം. ക്ലിമിസ് ബാവ അത് പറഞ്ഞിട്ട് വെക്കോളാന്ന്. അതെ, അത് പറഞ്ഞിട്ട് ഞങ്ങൾ വെക്കോളാം. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.